Hi friends, welcome to Competitive Cracker and Srigala. ഇപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷത്തോടു കൂടി നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി വളരെ നന്നായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ഇഫക്റ്റീവ് റോഡ് മാപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇതിനെ നമുക്ക് 4 phases ആയിട്ട് തിരിക്കാം. അവിടെ സിലബസ് സ്റ്റഡി മാത്രമല്ല, കാരണം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം അവിടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ സിലബസ് കംപ്ലീഷൻ മാത്രമായിരിക്കില്ല നമ്മൾ ഈ 4 phases ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, phase 1 എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആണ്. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നോർമലി എത്ര നാൾ എടുക്കും എന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ ആണ്. ശരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ വേരി. ഓക്കെ, അപ്പം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്തിന്റെയൊക്കെ ഫൗണ്ടേഷൻ, എല്ലാ സബ്ജക്റ്റിന്റെ ഫൗണ്ടേഷൻ വേണം. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. സോ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ഏറ്റവും സ്ട്രോങ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ബാക്കി 50 മാർക്ക് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ്, ഇതിന്റെ എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ നമ്മളിവിടെ സ്ട്രോങ് ആയിരിക്കണം. എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. phase 2 വരുന്നത് സ്കിൽ ബിൽഡിംഗ് ആണ്. ഇതൊരു എക്സാം ആണ് അല്ലെ. കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടോ ഓർത്തു വെച്ചത് കൊണ്ടോ നമുക്ക് ഒരിക്കലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെ ഡിസ്ക്രിപ്റ്റീവിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന ഈ ഒരു എക്സാമിന് എന്ത് തരം സ്കില്ല് ബിൽഡ് ചെയ്യണം, അതെങ്ങനെ ബിൽഡ് ചെയ്യാം, അതാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫേസിലൂടെ പോകുന്നത്. ആൻഡ് തേർഡ് ഫേസ് എക്സാം പ്രാക്ടീസ് ആണ്. ഏതൊരു എക്സാമിലെ പോലെയും ഇവിടെയും നമുക്ക് എക്സാം പ്രാക്ടീസ് വേണം. പക്ഷെ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ എന്താണത്, ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഈ എക്സാമിന് അന്ന് തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ നടക്കുന്നത്. നിങ്ങൾ 40% നിങ്ങളുടെ എക്സാമിന്, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എക്സാമിന് ക്വാളിഫൈഡ് ആണ് എങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവും കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. സോ ഈ ഒരു തേർഡ് ഫേസിൽ എക്സാം പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത് OMR പ്രാക്ടീസ് മാത്രമല്ല, എന്തും കൂടി ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ഉണ്ട്. ആൻഡ് ഫൈനൽ സ്ട്രാറ്റജിയാണ് നമ്മുടെ 4th ഫേസിൽ വരുന്നത്. അപ്പം ഇവിടെ കുട്ടികൾ ചോദിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു റോഡ് മാപ്പാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന റോഡ് മാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇച്ചിരി വലുതാക്കാനൊക്കെ ഇപ്പോൾ സമയമുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനൊരു മിനിമം ഓരോ ഫേസിനും എത്ര സമയം വേണം എന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒരു റോഡ് മാപ്പ് പറയുമ്പോൾ നമുക്കവിടെ സബ്ജക്ട്സിനെയാണ് ആദ്യം നോക്കേണ്ടത് അല്ലെ. സബ്ജക്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം എന്തുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട്. 50, 60, 110 മാർക്ക് നമുക്ക് അവിടെ ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്. ഇതോടൊപ്പം ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് നമുക്കറിയാം. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത്. അതില്ലാതെ ഒരു സ്ട്രാറ്റജി നമുക്കിവിടെ ബിൽഡ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂസ് പേപ്പർ ബിൽഡിംഗ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിംഗ് ഇല്ല എങ്കിൽ നോ ഇഷ്യൂസ്. ഈ ഒരു പ്രിപ്പറേഷനോട് കൂടി നമ്മുടെ അത് സെറ്റ് ആവും. ഏതൊരു എക്സാമിനും ആസ് എ പേഴ്സൺ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇംഗ്ലീഷ് അല്ലെ. ഇംഗ്ലീഷിലെ phase 1 എന്ന് പറയുന്ന ഫൗണ്ടേഷൻ വളരെ 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 സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പം ഒരു റോഡ് മാപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു എക്സാമിനാകുമ്പോൾ നമ്മളവിടെ സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം. തീർച്ചയായിട്ടും സബ്ജക്റ്റും സിലബസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷാണ്. 50 + 60 അവിടെ 110 മാർക്സ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്. ആൻഡ് ഫൈനലി ഇത്രയും തന്നെ പ്രാധാന്യമുണ്ട് ഇവിടെ ഈ ഒരു പരീക്ഷയ്ക്ക്. എന്തിന്? ന്യൂസ് പേപ്പർ റീഡിങ്ങിന്. കാരണം ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ വൊക്കാബുലറിയിൽ കൊണ്ടുവരും അല്ലെ, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ കൊണ്ടുവരും, കറണ്ട് അഫയേഴ്സിൽ കൊണ്ടുവരും. അങ്ങനെ എല്ലാ ഏരിയയിലും എന്ത് കൊണ്ടുവരും, ഈ ന്യൂസ് പേപ്പർ റീഡിങ്ങിന്റെ ഇമ്പാക്റ്റ് കൊണ്ടുവരും. സോ ഇതിനെ നമുക്ക് എങ്ങനെ 4 ഫേസസിലായിട്ട് ഈ ഓരോ സബ്ജക്റ്റിനെയും നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ആദ്യത്തെ പോയിന്റ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബേസിക്കലി നോക്കേണ്ടത് ഗ്രാമർ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ 4 പ്രാവശ്യത്തെ എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ട് എങ്കിൽ ആദ്യത്തെ എക്സാംസിന് ഗ്രാമറിനായിരുന്നു പ്രാധാന്യം. പിന്നെ പതുക്കെ വൊക്കാബുലറിയിലോട്ട് കയറി വന്നു. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് അതിന് മുന്നത്തെ പ്രാവശ്യത്തെക്കാളും ഗ്രാമറിന്റെ മാർക്ക് അല്ലെങ്കിൽ ഗ്രാമറിന്റെ വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലസ് ആണ്. കാരണം ഗ്രാമർ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് ഗ്രാമർ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു PSC ലെവലിൽ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് പോവുക വേണ്ട. ബേസിക് ആയിട്ടുള്ള PSC എക്സാംസിന് ചോദിക്കുന്ന ഗ്രാമറും ആ വൊക്കാബുലറിയും അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ phase 1 പഠനത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിന് മേലേക്ക് ഒന്നും നമ്മൾ പോകണ്ട, അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഫേസ്. ഇനി അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ വീണ്ടും കോൺസെപ്റ്റ്സ്, ഫോർമുലാസ് ആൻഡ് ബേസിക് പ്രോബ്ലംസ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതും അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ പറയുന്നതും ഒക്കെ ബേസിക്സ് മുതലാണ്. നമ്പർ സിസ്റ്റം മുതൽ ഞങ്ങൾ കുട്ടികളോട് കാണാൻ പറയും. നമ്പർ സിസ്റ്റം, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഇതിങ്ങനെ തന്നെ പോകണം. കാരണം ഇതിന്റെ എല്ലാം ബേസ് സ്ട്രോങ് അല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ശരിയായിരിക്കാം, ബിടെക് പോലുള്ള മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ tedious ആയിട്ടുള്ള പ്രോസസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസണിങ്ങിലേക്ക് പോകുമ്പം ക്വസ്റ്റ്യൻ ടൈപ്സ്. ബേസിക്കലി നമുക്കറിയാം റീസണിങ് എത്ര ഒരു ടോപ്പിക് എടുക്കുവാണെങ്കിൽ അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ആ ബേസിക് ടൈപ്സിനെ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റേറ്റിൽ വരുന്നത്. ആൻഡ് GKയിൽ പോകുമ്പോൾ GK ഫൗണ്ടേഷൻ, സ്റ്റാറ്റിക് GK ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി അവയർനെസ്സിലേക്ക് തന്നെ പോകണം. ഈ കറണ്ട് അഫയേഴ്സ് ഹാസ് ടു ബി ലിങ്ക്ഡ് വിത്ത് ന്യൂസ് പേപ്പർ. കാരണം ഒരിക്കലും ഒരു കറണ്ട് അഫയേഴ്സ് കാണാതെ പഠിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് ന്യൂസ് പേപ്പർ കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കുക. കാരണം നമ്മൾ അറിയാതെ ഒരു റിവിഷൻ നടക്കുന്നുണ്ട്, പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തിടുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഒരു ദിവസം ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ മറ്റൊരു ദിവസത്തെ പോർഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി കവേർഡ് ആവുന്നുണ്ട്, അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. സോ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് റിവിഷൻ ഓഫ് കറണ്ട് അഫയേഴ്സ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് കമ്പ്യൂട്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ടെർമിനോളജി, ഫണ്ടമെന്റൽസ്, വാട്ട് ഇസ് ഹാർഡ്വെയർ, വാട്ട് ഇസ് സോഫ്റ്റ്വെയർ, ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ phase 1 പറയുന്നുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് നിങ്ങളിവിടെ തൊടണ്ട. ഓക്കെ, phase 1 നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് തൊട്ടിട്ട് കാര്യമില്ല, തൊടണ്ട. നമുക്ക് നന്നായിട്ട് അറിയാവുന്നവരായിക്കോട്ടെ. ഇവിടെ നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് ഇതാ നമ്മുടെ ബേസിക് ഇംഗ്ലീഷും തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ phase 1 എന്ന് പറയുന്നത്. നോർമലി ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പലർക്കും പല സമയമാണ് വേണ്ടത്. എങ്കിലും ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാൻ പറ്റും ഒരു 30 to 45 ഡേയ്സ് മാക്സിമം. 45 ഡേയ്സിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും പറയില്ല. 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ഈ phase 1 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഇനി phase 2ലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കി, പോരാ. വീണ്ടും നിങ്ങൾ ടോപ്പിക് വൈസ് എക്സസൈസസിലേക്കും അതിന്റെ എറർ കറക്ഷനിലേക്കും പോകണം. എന്തുകൊണ്ടാണ് ഈ എറർ കറക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ലോജിക്കലി നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന ഒരു സിനാരിയോ ആണ്. പക്ഷെ ഒരു എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എറർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു പ്രൊലോങ്ഡ് പ്രോസസ്സ് വേണം. സോ അതുകൊണ്ട് തന്നെ എറർ കറക്ഷൻ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ടോപ്പിക് വൈസ് എക്സസൈസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് phase 3ലേക്ക് വരുമ്പോൾ phase 2ഉം phase 3 നമുക്ക് ഒരുമിച്ച് തന്നെ പറഞ്ഞു പോകാം. phase 3ലേക്ക് വരുമ്പോൾ PYQs. ഇവിടെ നമ്മൾ phase 2ൽ തന്നെ PYQs ശരിക്കും കൊടുത്തു തുടങ്ങാറുണ്ട്. കുട്ടികൾ അറിയാതെ തന്നെ PYQs ആണെന്ന് അവരറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തു തുടങ്ങാറുണ്ട്. സോ PYQs, ക്ലോസ് ടെസ്റ്റ്, റീഅറേഞ്ച്മെന്റ്, മിക്സഡ് ടെസ്റ്റ്, ഇതെല്ലാം അതായത് ഇതുവരെ നിങ്ങൾ ടോപ്പിക് വൈസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ phase 3ലേക്ക് പോകുമ്പോൾ അവിടെ ആർട്ടിക്കിൾസ് എന്നോ ക്വസ്റ്റ്യൻ ടാഗ് എന്നോ ഓക്സിലറി എന്നോ ഒന്നുമില്ല. എല്ലാത്തിനും പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു എറർ ലോഗ് ഉണ്ടാവും. അതായത് ഈ 3 ഫേസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് വരുത്തുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഏരിയ ഏതൊക്കെയാണ്, നമുക്ക് എവിടെയാണ് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു എറർ ലോഗ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് phase 2ഓട് കൂടി. phase 1ൽ ഒരു എറർ ലോഗ് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയില്ല. എന്താണ് എറർ ലോഗ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഞാൻ ഇന്ന ക്വസ്റ്റ്യൻ ചെയ്തു, വീണ്ടും ഞാൻ തെറ്റിച്ചൊരു ഏരിയ ആണ് ആർട്ടിക്കിൾസിൽ, സേ ഫോർ എക്സാമ്പിൾ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കോൺസെപ്റ്റ്. സോ അതിന്റെ എറർ ലോഗിൽ ഞാൻ കയറ്റണം പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂട്ട് യൂസ് ഓഫ് ആർട്ടിക്കിൾസ്. എന്തിനാ എറർ ലോഗിൽ കയറ്റുന്നത്? എൻ്റെ അടുത്ത ഫേസിൽ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ phase 2ഉം phase 3യും കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എറർ ലോഗ് കിട്ടും. അതായത് നിങ്ങൾ എവിടേക്കാണ് മിസ്റ്റേക്ക് വരുത്തുന്നത് എന്നുള്ളത്. ആ എറർ ലോഗ് നമ്മുടെ ഫൈനൽ സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ എക്സാംസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഇതാണ് ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ 3 ലെവൽ, ഫൗണ്ടേഷൻ, സ്കിൽ ബിൽഡിംഗ്, എക്സാം പ്രാക്ടീസ് എന്ന് പറയുന്ന 3 ലെവല് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് സെഷൻസിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷനിൽ പറഞ്ഞു. സ്കിൽ ബിൽഡിംഗിലേക്ക് പോകുമ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്
ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്ന ഏരിയയിൽ വീക്ക് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർ ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയോ, 10 മാർക്കല്ലേ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാത്സ് ഉള്ളൂ, സ്കിപ്പ് ചെയ്യാമെന്നാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തെറ്റായ ഒരു സ്ട്രാറ്റജിയാണ്. കാരണം ഈ 10 മാർക്കിൽ നമുക്കൊരു 7 മുതൽ 9 മാർക്ക് വരെ കിട്ടിയാലുണ്ടല്ലോ വളരെ സേഫാണ്. അത് കിട്ടാവുന്ന രീതിയിലെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. കൃത്യമായിട്ട് കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ട്രിക്സിന്റെയും ടിപ്സിന്റെയും പുറകെ പോവരുത്. എന്തിന്റെ പുറകെ തന്നെ പോവുക, ചെയ്തു പോകുന്ന മെത്തേഡിൽ തന്നെ പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രിക്സ് ഡൈജസ്റ്റ് ആവുകയുള്ളൂ. സോ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഷോർട്ട് കട്ട്സ് സെക്കൻഡ് ലെവലിൽ മാത്രം കൊണ്ടുവരിക. അതുപോലെ തന്നെ ടൈംഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, ടൈം മാനേജ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കണം നിങ്ങൾ phase 2 മുതൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി നമ്മൾ GK കാര്യം പറഞ്ഞു. അവിടെയും ടോപ്പിക് വൈസ് സ്റ്റഡീസും ഒപ്പം MCQ പ്രാക്ടീസും phase 2 കൊണ്ടുവരിക. PYQസും മിക്സഡ് റിവിഷൻ. phase 3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് മിക്സഡ് റിവിഷൻ. എല്ലാ ടോപ്പിക്കും കൂടെ അവിയൽ പരുവത്തിൽ നമ്മൾ ഓർക്കാൻ ശ്രമിക്കണം. ടോപ്പിക് വൈസ് മാത്രമല്ലാതെ ഇടയ്ക്കുന്നു മുറയ്ക്കുന്നു നമ്മൾ മിക്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ phase 3 സക്സസ്ഫുൾ ആവത്തുള്ളൂ. ആൻഡ് ഫൈനലി കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പം നമ്മളവിടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മന്ത്ലി കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് വേണം, വീക്ക്ലി കൺസോൾട്ടേഷൻ വേണം. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതും അത് തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾക്ക് വീക്ക്ലി കൺസോൾട്ടേഷൻ ഉണ്ട്, മന്ത്ലി കൺസോൾട്ടേഷൻ ഉണ്ട്. ഇതിൻ്റെ കുട്ടികൾക്ക് PDFs ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ അവിടെ വലിയൊരു കാര്യം, അവർക്ക് തപ്പി നടക്കണ്ട മെറ്റീരിയലിന്, അല്ലെ, അവരുടെ കയ്യിലേക്ക് കിട്ടുവാണ്. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് മുന്നോട്ട് പോകേണ്ടത്. ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കറിയാം പഠിച്ചാൽ കിട്ടുന്ന ടോപ്പിക്കാണ്. നമ്മളിൽ ഒരു 70% ആൾക്കാരും ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ പഠിച്ചാൽ കിട്ടുന്നതായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കമ്പ്യൂട്ടർ ടേംസും കാര്യങ്ങളും കൃത്യമായിട്ട് വിടാതെ പഠിക്കുക. ആ മാർക്ക് നമുക്ക് സേഫാണ്. മൂവിങ് ഓൺ ടു ഡിസ്ക്രിപ്റ്റീവ്. നിങ്ങൾ phase 2 മാത്രം നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ, പക്ഷെ phase 1 എന്ത് തുടങ്ങണം, പത്രം വായിച്ചു തുടങ്ങണം. phase 1 പത്രവായന കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഒട്ടും പത്രം വായിക്കാത്ത ഒരാളാണ് അത് തുടങ്ങുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അഡാപ്റ്റ് ആവാനുള്ള സമയം എടുക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഡെയിലി ഒരു 1 hour എങ്കിലും 1.5 ശരിക്കും 2 to 3 hours വായിക്കണം എന്നാണ് പറയുക. സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം 2 to 3 hours ആണ് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റീഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour നിങ്ങൾ അതിനു വേണ്ടി തന്നെ phase 1 ഡെഡിക്കേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ റീഡിങ് ന്യൂസ് പേപ്പർ ഭയങ്കര റൂൾസും റെഗുലേഷൻസും ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു ബേസിക് സാധനമുണ്ട്. ആ ബേസിക് സാധനം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇത് ചെയ്യുക, ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. phase 2 പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് പോയി തുടങ്ങണം. അതുവരെ phase 1 എഡിറ്റോറിയൽ വായിക്കണ്ട എന്നല്ല, എഡിറ്റോറിയൽ അനാലിസിസ് പോലെ, അതായത് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ വേണം. അത് പേപ്പറിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും കുഴപ്പമില്ല. ഒരു തോട്ട് പ്രോസസ്സിലുള്ള ഒരു അനാലിസിസ് എങ്കിലും നിങ്ങൾ phase 2 കൊണ്ടുവരണം. ആൻഡ് phase 3 വരുമ്പോൾ നമുക്കവിടെ എന്താ പറയുക, ഈ ഒരു ആർട്ടിക്കിൾസ് കറണ്ട് അഫയേഴ്സിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെയും പ്രിപ്പറേഷൻ്റെ പോയിന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചില ഫിഗേഴ്സ് ഉണ്ട്. ഇപ്പം ആസ് പെർ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാണ് ഇതിൻ്റെ റിപ്പോ റേറ്റ്, ഇത് ഇത്രയായി, ഇങ്ങനെയുള്ള കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. ഈ ഫിഗേഴ്സ് നിങ്ങൾ ഒരിക്കൽ പഠിച്ചു വെച്ചാൽ പലയിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, റിപ്പോ റേറ്റ് എന്നൊക്കെ. അതുപോലെ പല കണക്കുകളുണ്ട്. ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പല ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവിലേക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയാൽ അത് പല എസ്സേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നിങ്ങൾ നിങ്ങളുടെ phase 3 കളക്ട് ചെയ്യേണ്ട, ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ കളക്ട് ചെയ്യേണ്ട കാര്യം. ഇനി ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ phase 1 നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിനെ പറ്റി ബോധർ ചെയ്യേ വേണ്ട, വിട്ടേക്കുക. phase 2 പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ആണ്. മനസ്സിലായോ? ഇവിടുത്തെ കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ സാധാരണ കോംപ്രിഹെൻഷൻ അല്ല, ഡിസ്ക്രിപ്റ്റീവ് കോംപ്രിഹെൻഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ല. സോ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ആൻഡ് ദെൻ യു മൂവ് ഓൺ ടു പ്രിസി ആൻഡ് ഷോർട്ട് എസ്സേസ്. phase 2 നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഞങ്ങളുടെ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ ഈ മാസം ഞങ്ങൾ ഇപ്പോൾ June 1 തുടങ്ങി 45 days കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവർക്ക് ഫസ്റ്റ് സെഷൻ ഈ 24-ാം തീയതിയോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഫസ്റ്റ് ബാച്ചിന് കൊടുക്കുവാണ്. സെക്കൻഡ് ബാച്ച് അതിലോട്ട് എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും. അങ്ങനെ ഓരോ ബാച്ചിനെയും സെപ്പറേറ്റ് ആണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഇനി അതുപോലെ തന്നെ ടൈം വെച്ചിട്ടുള്ള റൈറ്റിംഗ് പ്രാക്ടീസ് ആയിരിക്കണം നിങ്ങളുടെ phase 3 വരുന്നത്.
ഇതിനെല്ലാത്തിനും ഒരു ഫൈനൽ സ്ട്രാറ്റജി ഉണ്ട് അല്ലെ. ഫൈനൽ സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോക്ക് എക്സാംസ് തന്നെയാണ്. മോക്ക് എക്സാംസ് അല്ലെങ്കിൽ മോഡൽ എക്സാംസ്. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവിനുണ്ട്, അതുപോലെ തന്നെ എന്തിലും വരുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവിനും മോക്ക് എക്സാംസ് ഉണ്ട്. സോ ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ മോക്ക് എക്സാംസ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും. ആദ്യമേ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. സോ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇൻ ദ സെൻസ് ഒരു phase 3 കഴിയുമ്പോൾ മുതൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കറക്ഷൻ സപ്പോർട്ട് കൊടുക്കും. അതായത് അവർ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളിൽ അവർ 1-on-1 നമ്മൾ അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത്രയും ആവുമ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് നമുക്ക് മറ്റെന്താണ് വേണ്ടത്? ഇത് തന്നെയാണ് കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ടും നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ 4ാമത്തെ ബാച്ചാണ്. ഇത് തന്നെയാണ് ഇത്രയും റിസൾട്ട് CC-യിലേക്ക് എത്താനുള്ള ഇഫക്റ്റീവ് സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. സോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഈ ബാച്ചസിൽ കൊടുക്കുന്നത്. ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല, ഇതെനിക്ക് പറ്റിയ എക്സാം അല്ല, ടെൻഷൻ അടിക്കണ്ട. ഇവിടെ നിങ്ങൾ മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാംസിനേക്കാളും പ്രാധാന്യം ഹൈക്കോർട്ടിന് കൊടുക്കണം എന്ന് ഞാൻ പറയും. കാരണം അവിടെ നോട്ടിഫിക്കേഷൻ വന്നാൽ കൃത്യസമയത്ത് എക്സാം നടക്കും. എക്സാം നടന്നു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട് റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട് റിക്രൂട്ട്മെന്റും നടക്കും. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ അളവിനേക്കാൾ എത്രയോ കൂടുതലാണ് അവിടെ നടക്കുന്ന നിയമനങ്ങൾ എന്ന് പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പ്രോമിസറി ആയിട്ടൊരു എക്സാം തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ കോച്ചിങ് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8590202323 കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമുക്ക് ഫ്രീഡം ഓഫർ മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഫ്രീഡം ഓഫറിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ഡിസ്കൗണ്ട്സും അവൈൽ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ, ഇഫക്റ്റീവായിട്ട് പഠിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യൂ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കാരണം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.